ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ തന്നെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അടുത്ത ബ്രസീലിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഫിറ്റ്നസിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നെയ്മറെ അലട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറും CBFന്റെ പ്രസിഡന്റായ സമീർ സൗദും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇടയ്ക്കിടെ അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് സമീർ സൗദിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ ടീമിനകത്ത് നെയ്മർ ജൂനിയർ ഉണ്ടായിരിക്കാൻ സമീർ സൗദ് ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം. ഇത് കാർലോ ആഞ്ചലോട്ടിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ടീമിൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മറെ കാർലോ ആഞ്ചലോട്ടിക്ക് ടീമിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. പക്ഷെ ഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള അധികാരമില്ല. അതായത് പ്രസിഡന്റ് നേരിട്ട് കാർലോ ആഞ്ചലോട്ടിയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നെയ്മറെ ഉൾപ്പെടുത്തണമെന്ന് സമീർ സൗദ് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രസിഡന്റിന്റെ ഒരു ആഗ്രഹം നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വിളിക്കണം, ടീമിനകത്തേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. നെയ്മറും സമീർ സൗദും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അനുദിനം വളർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയാണ്. അതായത് നെയ്മർ ജൂനിയറെ ഒഴിവാക്കിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം CBFന് ഇല്ല എന്നുള്ളതാണ്. കാരണം പരിശീലകൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ പരിഗണിച്ച് തുടങ്ങിയിരുന്നു. പക്ഷെ നെയ്മറുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.